ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം പുസ്തകം 11-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ സൗൽ രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. 11-ാം അധ്യായത്തിൽ അതിനുശേഷം ദാവീദ് രാജാവായി സ്ഥാനമേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ചരിത്രങ്ങളൊക്കെ വീണ്ടും ദിനവൃത്താന്ത പുസ്തകക്കാരൻ രേഖപ്പെടുത്തുന്നത് അവരുടെ ചരിത്രം ഒന്നുകൂടെ പുതിയ തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവരെ സ്മരിക്കുന്നതിനും വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിനെ രാജാവായി ഇസ്രായേൽ ജനം മുഴുവൻ അംഗീകരിക്കുകയാണ്. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ വായിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ വേദഭാഗം നമ്മൾ വായിക്കുക. ശൗൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദാവീദിനെ ശമൂവേൽ പുരോഹിതൻ അഭിഷേകം ചെയ്തതാണ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ശൗൽ ചെയ്തതുകൊണ്ട് ദൈവം രാജ്യസ്ഥാനത്ത് നിന്ന് ശൗലിനെ മാറ്റി. എന്നാൽ അവൻ അവിടെ നിന്ന് മാറാതെ ദാവീദിനോട് യുദ്ധം ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിനു മുമ്പ് അറിയാമല്ലോ. ദാവീദ് ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് മുൻപാകെ ഒരു ഉടമ്പടി ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഉടമ്പടി ദൈവനാമത്തിലാണ് ഇസ്രായേൽ ജനം ചെയ്ത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു അത് ഉടമ്പടി ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, യഹോവയായ ദൈവം അബ്രാഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും. ആ ഉടമ്പടിയുടെ അടയാളമായി എല്ലാ പുരുഷ പ്രജകളും പരിച്ഛേദന ഏൽക്കണം. അന്ന് മുതൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉടമ്പടിക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ അർത്ഥമുണ്ട്. ഉടമ്പടി എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മുൻപാകെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങളുടെ ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത്. ദൈവം മുൻപാകെ ജനത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുക്കുകയാണ്. ഒരേ സമയത്ത് ദൈവത്തോടുള്ള ബന്ധവും അതേ സമയത്ത് ജനത്തോടുള്ള ബന്ധവും രണ്ടിൻ്റെ ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന ആളായിട്ടാണ് രാജാവിനെ ഇവിടെ കാണുന്നത്. 9-ാം വാക്യത്തിൽ യെബൂസ് എന്ന പേര് നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേം എന്ന സ്ഥലത്തിന് മറ്റൊരു പേരാണത്. യെബൂസ്യർ അവിടെ നേരത്തെ താമസിച്ചിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആ സ്ഥലത്തിനും ലഭിക്കാൻ കാരണമായിട്ട് തീർന്നത്. ഈ അധ്യായത്തിലെ 9-ാം വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്രകാരം വായിക്കുന്നു: സൈന്യങ്ങളുടെ കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും രഹസ്യം ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ദാവീദ് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു ജീവിച്ചു എന്നുള്ളതുമാണ്. ശൗൽ രാജാവുമായുള്ള ആ സമയം മുതൽ ഇതെല്ലാം പ്രതിസന്ധികളെ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടി വന്നു. രാജാവാകുന്നതിന് മുൻപ് തന്നെ ഒരു ആട്ടിടയ ബാലനായിരിക്കുമ്പോൾ തന്നെ ഫെലിസ്ത്യരുടെ വില്ലാളി വീരനായ ഗോലിയാത്തിനെ നിലം പതിപ്പാൻ തക്കവണ്ണം ദാവീദിന് ദൈവത്തിലുള്ള ആശ്രയം അവനെ സഹായിച്ചു എന്നുള്ളതാണ്. വില്ലാളി വീരനായിരുന്ന സൗൽ രാജാവിനെ അതിജീവിക്കാനും ദാവീദിന് സാധിച്ച ദൈവത്തിലുള്ള തൻ്റെ പൂർണ്ണമായ ആശ്രയവും പ്രാർത്ഥനയുമായിരുന്നു. ദാവീദ് നേരിട്ടതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരു രാജാവിനും ഇസ്രായേലിൽ പിന്നീട് നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യ വിജയത്തിനുള്ള കാരണം. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും പറഞ്ഞു, എന്നെ പിടിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കുകയില്ല. ഫലം കായ്ക്കുന്ന കൊമ്പുകളെ ചെത്തി വെടിപ്പാക്കുമെന്നും അതിനോട് ചേർന്ന് പറയുന്നുണ്ട്.
ചെത്തുക എന്നുള്ളത് വേദനാജനകമായൊരു അനുഭവം തന്നെയാണ്. ചെത്തുകൊള്ളുന്ന കൊമ്പിനെ വേദനിക്കും. അതെന്തിനാണ്? അധിക ഫലം കായ്ക്കേണ്ടതെന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ അത് ഉണങ്ങിപ്പോവുകയും അത് നീക്കിക്കളയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത് ദൈവത്തോട് കൂടുതൽ അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഫലം നൽകുവാനാണെന്ന് അത് വ്യക്തമാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ സാന്നിധ്യ ബോധ്യമാണ് നമുക്ക് ധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകുന്നത്. ആ പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിനായി പെന്തിക്കോസ്ത് ദിവസം ഭൂമിയിൽ വരികയും അന്ന് മുതൽ സഭയെ ഭൂമിയിൽ വഴി നടത്തുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അവരൊക്കെ കടന്നുപോയത്. അവർക്കെല്ലാം ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ലഭ്യമായിരുന്നു. നമ്മൾ ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സാന്നിധ്യ ബോധ്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കർത്താവും ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച നാളുകളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. സന്ധ്യയായപ്പോൾ പടകിനെ പറഞ്ഞുവിട്ട് പുരുഷാരത്തെ പറഞ്ഞുവിട്ടവൻ തനിയെ മലയിലേക്ക് പോയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പിതാവുമായുള്ള സംസർഗത്തിൽ ലഭിച്ച ശക്തിയാണ് പിറ്റേ ദിവസം ജനങ്ങൾക്ക് കൊടുക്കുവാൻ കർത്താവിനും സാധിക്കുന്നത്. ഗദശമനായിൽ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള കർത്താവിൻ്റെ അതിശക്തമായ പ്രാർത്ഥനയാണ് രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന പെണ്ണാട് പോലെ മൗനമായി നിന്ന് എല്ലാം ഏറ്റുവാങ്ങുവാൻ കർത്താവിനെ ശക്തീകരിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ ശക്തമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വേദപുസ്തക വായനകളും ആരാധനകളൊക്കെ അതിന് നമ്മെ സഹായിക്കേണ്ടതാണ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ സൈന്യങ്ങളുടെ യഹോവ അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തത് യഹോവയായ ദൈവമാണെന്ന്. പുതിയ നിയമത്തിൽ നമ്മളൊരു യുദ്ധഭൂമിയിലാണെന്ന് നമുക്കറിയാം. പൈശാചിക പ്രകോപനങ്ങളെയൊക്കെ നേരിടേണ്ടി വരുന്നു. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യേണ്ട സാഹചര്യമുള്ള ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. ജഡം, ലോകം, പിശാച് എന്നീ 3 ശക്തികളോടുള്ള പോരാട്ടം നമുക്കുണ്ട്. അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കണം, ദൈവം നമ്മളോടൊപ്പമായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് പൂർണ്ണമായി ദൈവവരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.